അപ്പോൾ മച്ചന്മാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഈ കാണുന്നത് ഇതൊരു വോൾട്ടേജ് ടെസ്റ്ററാണ്. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. എന്നാലും ഞാൻ ഈ ഒരു ടെസ്റ്റർ മേടിച്ചിട്ട് ഏകദേശം ഇപ്പം ഒരു മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു കിടുക്കാച്ചി ഒരു ടെസ്റ്ററാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോപ്പ് സൈഡിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ ടെസ്റ്റർ നോക്കൊന്ന് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ, ഈ കാണുന്നതാണ് ഈ ഒരു ടെസ്റ്റ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല കിടക്കാച്ച സാധനമാണ്. ഈ ഒരു ടെസ്റ്റർ ഞാൻ മേടിച്ചേക്കുന്നത് തന്നെ നമ്മുടെ മീഷോയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. AAA ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബാറ്ററി നമുക്ക് ഓപ്പൺ ചെയ്യാം. ബാറ്ററിയുടെ കേസ് നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു സംഭവം ഇനി പോരും. കണ്ടോ, ഇതേപോലെയുള്ള രണ്ട് AAA ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. ഇതിൻ്റെ അതുകൊണ്ട് ചെറിയൊരു ബസറുണ്ട്, പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ടോർച്ചും ഉണ്ട്, പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചാണ് ഇത് നമുക്ക് ചെറിയ ടോർച്ചായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു സ്വിച്ചാണ് ഈ കാണുന്നത്. ഈ ഒരു ബാറ്ററി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന രീതിയിൽ നമുക്ക് ഈ രണ്ട് ബാറ്ററി നമുക്ക് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബാറ്ററി നമ്മളങ്ങനെ ഇട്ടതിന് ശേഷം ഇത് കണ്ടോ, ഇതെടുത്ത് ഈ രണ്ട് വെട്ടിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ലോക്ക് വീഴുമ്പോൾ ടക്ക് സൗണ്ടും കേൾക്ക്. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇത് കയറി ലോക്കായി കിടന്നുള്ളൂ. കണ്ടോ, ഇത് ചെറിയൊരു ലൈറ്റായിട്ട് നമുക്ക് ഈ സംഭവം ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ ടെസ്റ്റർ. ഇപ്പം നമ്മുടെ വീട്ടിൽ കറണ്ട് ബില്ലൊക്കെ കൂടുവാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതുവരെ ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടക്കാച്ച ടെസ്റ്ററാണിത്. ഇപ്പോൾ നമുക്കിപ്പോൾ സാധാ ടെസ്റ്റർ, ഇപ്പോൾ നോർമൽ ടെസ്റ്റർ ഉപയോഗിക്കാൻ പേടി ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടെസ്റ്ററാണ്. ഈ ഒരു ടെസ്റ്റർ നമ്മുടെ വീട്ടിലൊക്കെ മേടിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതേപോലുള്ള ടെസ്റ്റർ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്ററും കൊണ്ട് നമുക്ക് നമ്മുടെ മറ്റേ ടെസ്റ്റർ പോണക്ക് ഇതും കൊണ്ട് നമുക്കിങ്ങനെ സ്ക്രൂ ഒക്കെ അഴിക്കാനോ മുറുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇത് വെറും പ്ലാസ്റ്റിക് ആണ് ഇവിടെ വരുന്നത്. ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കാണുന്ന ഈ ഒരു നിയോൺ ടെസ്റ്ററാണ്. ഈ ഒരു ടെസ്റ്ററിനെ നമ്മളിപ്പോൾ ഈ പുതിയതായിട്ട് മേടിച്ച ഈ ഒരു ടെസ്റ്ററുണ്ട്. ഈ ഒരു ടെസ്റ്ററുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ ഈ ഒരു ടെസ്റ്ററിനെക്കാട്ടിൽ ഒരുപാട് പ്രത്യേകത ഉള്ള ടെസ്റ്ററാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റർ. അപ്പോൾ ഇതത്ര മോശമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഇത് നല്ല കിടക്കാച്ച ടെസ്റ്ററാണ്. ഈ ഒരു ടെസ്റ്റർ കൊണ്ട് നമുക്ക് ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് സ്ക്രൂ മുറുക്കാനും അയക്കാനും എല്ലാം പറ്റും. നമുക്ക് എന്ത് വേണമെന്നും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെസ്റ്ററിൻ്റെ അത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്ററിൽ നമുക്ക് സ്ക്രൂ മുറുക്കാനോ അങ്ങനെ സ്ക്രൂ നമുക്ക് അഴിക്കാനോ മുറുക്കാനോ ഒന്നും പറ്റത്തില്ല. അത്രയൊരു ടെസ്റ്ററാണിത്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു ടെസ്റ്റർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു ടെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫേസെ കണക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ടെസ്റ്റർ കത്തത്തുള്ളൂ. പക്ഷേ ഈ ഒരു സാധനം അങ്ങനല്ല. ഇത് നമുക്ക് ആ ഒരു വയറിൻ്റെ അടുത്തൂടെ ഒന്ന് കൊണ്ടുപോയാൽ മതി, അന്നേരം ഇതിൻ്റെ അകത്ത് LED കത്തുന്നതാണ്. ജസ്റ്റ് ആ ലൈൻ ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഉണ്ടോ, ഈ കാണുന്ന രീതിയിൽ ടിന്ന് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഒരു വയറിന് കുഴപ്പമില്ല, ഇതിൽ സപ്ലൈ പാസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതേപോലെ തന്നെ ഈ ഒരു ടെസ്റ്ററിൻ്റെ വേറെ ഒരു ഗുണം എന്ന് പറയുന്നത് 3-4 വയറൊക്കെ പോകുന്ന കേബിള് 3 കോറ് 2 കോറ് 4 കോറ് 5 കോറ് 6 കോറ് ഇതേപോലൊക്കെയുള്ള വയറിൻ്റെ അകത്തൂടെ ഒക്കെ പോകുന്ന ഫേസ് എവിടെയെങ്കിലും വയറിനൊരു ഡാമേജ് പറ്റി ആ ഒരു ലൈൻ കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിനെ അപേക്ഷിച്ച് ഈ ഒരു ടെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ആ വയർ നമ്മൾ നോക്കിയിട്ട് നമ്മളെ വയർ ഫുള്ള് നമ്മൾ ആ പോയേക്കുന്ന അതിൻ്റെ സ്ലീവ് ഫുള്ള് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ടി ഈ കാണുന്ന കൂട്ട് ഇതൊന്ന് ഇതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ ഈ വയറിൻ്റെ അടുത്തൂടെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേണ്ടി ഈ കാണുന്ന രീതിയിൽ ടീന്ന് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഫേസ് എവിടെയെങ്കിലും കട്ടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സൗണ്ട് ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എർത്ത് ലീക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റർ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ടെസ്റ്ററും കൊണ്ട് നമുക്കൊരു സ്വിച്ച് ബോർഡിൻ്റെ അകമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഈ ടോർച്ച് ഉണ്ടോ, ഈ ടോർച്ച് അടിച്ച് നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്ററിൻ്റെ മോഡലുണ്ട്. ഈ ഒരു മോഡലിന് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഇച്ചിരൂടെ കൂടിയൊരു മോഡലാണെന്നുണ്ടെങ്കിൽ ഒരു 1,500 രൂപ ഒക്കെ റേറ്റ് വരുന്ന 350-400 രൂപയൊക്കെ റേറ്റ് വരുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഒരു ഡിസ്പ്ലേക്കകത്ത് എത്ര വോൾട്ട് ആണെന്നുള്ളത് ഇതിൻ്റെ അത് പക്കയായിട്ട് ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ടോർച്ച് മാത്രമേ ഉള്ളൂ. ഈ ഒരു ടെസ്റ്റർ ഞാൻ നമ്മുടെ മീഷോയിൽ നിന്ന് മേടിച്ചത് വെറും 150 രൂപയ്ക്ക് ആണ്. വെറും 150 രൂപയ്ക്ക് മേടിച്ചൊരു
ടെസ്റ്ററാണിത്. അപ്പോൾ ഇതേപോലെ ഒരു ടെസ്റ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക. അത്രയൊക്കെ സംഭവങ്ങളേ ഉള്ളൂ ഈ ഒരു ടെസ്റ്റിൻ്റെ അകത്ത്. ഇനി നമുക്ക് നമ്മുടെ ഈ ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഇത് നമ്മുടെ ചെറിയൊരു ചാർജറാണ്. ഇത് നമ്മുടെ ചെറിയൊരു മിനി ഇൻവേർട്ടറാണ്. അപ്പോൾ ആ ഒരു ഇൻവേർട്ടറിലോട്ട് പോയേക്കുന്ന ലൈനാണ് ഈ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ടോ ഇതൊന്ന് വെച്ച് നോക്കാം. കണ്ടോ ഇതേപോണക്ക് ബസർ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതേപോണക്ക് ഒരു പ്ലഗോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും വയർ കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നീട് നമ്മുടെ സ്വിച്ച് ബോർഡ് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു സ്വിച്ച് ഇവിടെ ഇപ്പോൾ ഓഫാണ്. ഇതിപ്പോൾ ഓൺ ആക്കുമ്പോൾ കണ്ടോ ഓഫ് ചെയ്യുമ്പം പോകും. ഇതെല്ലാം ഓഫാണ്. കണ്ടോ ഇവിടെ സപ്ലൈ ഇല്ല. സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ കണ്ടോ ഇവിടെ സപ്ലൈ പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ടീന്ന് കിടന്ന് അടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നമുക്ക് ഇന്ന് 12 വോൾട്ടിൻ്റെ അകത്തും കിടന്ന് ചെയ്യും. കണ്ടോ നമ്മുടെ കറണ്ടാണ് വരുന്നത്. ബാറ്ററി ചാർജ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഒന്നും കത്തത്തില്ല. കണ്ടോ ഇതിപ്പോൾ നമ്മളിപ്പം കറണ്ടാണ് കുത്തിയേക്കുന്നതുകൊണ്ട് കണ്ടോ ഇവിടെയും കത്തുന്നുണ്ട്. അപ്പോൾ ഇതേപോണക്കുള്ള നമ്മൾക്ക് 2 പിന്നും 3 പിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൂടെ ഈ ഒരു വയറിൻ്റെ കണ്ടിന്യൂറ്റിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വരുന്ന രീതിയിൽ നമ്മൾ ഇതിങ്ങനെ കുത്തിയതിന് ശേഷം നമ്മൾ ഈ വയറിൻ്റെ മണ്ടയിൽ കൂടെ നമ്മളിങ്ങനെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇതെവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് നമ്മളിപ്പം വയറ് ടച്ച് ചെയ്തിട്ട് ഇതേപോണക്ക് സാധനം കത്താതെ വല്ലോ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വയറിൻ്റെ അകത്ത് എവിടെയോ ഒരു വയറ് കട്ടായി പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് ആ ഒരു അത്ര ഏരിയ മാത്രം നമുക്ക് കണ്ടോ ഇവിടെ ഇപ്പം കത്തിയില്ല. കണ്ടോ ഇവിടെ കത്തി, ഇച്ചിരൂടെ മുന്നോട്ട് പോയപ്പോൾ കത്തിയില്ല, പിന്നെ അങ്ങോട്ട് കത്തുന്നേ ഇല്ല. ആ രീതി വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെ എവിടെയെങ്കിലും വയർ വല്ല കട്ടായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് വെച്ച് നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് എന്ന് പറഞ്ഞു പിന്നീട് നമുക്ക് ഇപ്പം നമ്മളതിൻ്റെ ഫേസ് ആണ് നോക്കി. ഇനി നമുക്ക് ന്യൂട്രും നോക്കണമെന്നുണ്ടെങ്കിൽ ഈ വയർ നമ്മൾ നേരെ എടുത്ത് തിരിച്ച് കുത്തി കഴിയുമ്പം ആ ഫേസ് ഇപ്പുറത്ത് വരും. അങ്ങനെ നമുക്ക് ഇതേപോണക്ക് നമുക്ക് വയർ നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇതേപോണക്ക് ഒരു 2 പിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു 2 പിന്നിൻ്റെ ആ 2 വയറെ കൊണ്ട് സപ്ലൈ പോകുന്നുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കിടുക്കാച്ച ടെസ്റ്റാണിത്. ഇത് നമ്മുടെ സാധാ ഒരു ബോക്സാണിത്. അപ്പോൾ ഉണ്ട് പിന്നെ അത് സപ്ലൈ ഇല്ല. ഉണ്ടോ പിന്നെ സപ്ലൈ കാണിക്കുന്നില്ല. ഈ ഒരു സ്വിച്ച് നമുക്ക് ഓണാക്കാം. ഓണാക്കിയതിന് ശേഷം ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ടെസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ടെസ്റ്റ് പൊളിയായിട്ടും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എന്ത് ചെയ്യണം ഇടിച്ചു പൊട്ടിക്കാനും മറക്കില്ല. എങ്കിലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുപോലെ ബൈ ബൈ ടാറ്റാ സീ യു.